രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ഒരു ബോംബ് വന്ന് വീണിട്ടും തകരാത്ത ലോകത്തിലെ ഒരു പള്ളി. അതിനു മുമ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിന്റെ പേരാണ് മാൾട്ടയിലെ തന്നെ മോസ്ത എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മോസ്ത ചർച്ച്. മാൾട്ടയിലെ മോസ്ത ചർച്ചിന് മുമ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഈ കാഴ്ച കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ. ഇതിന്റെ അടിയിൽ ഒരു ഷെൽട്ടർ ഉണ്ട്. നമ്മൾ ആ ഷെൽട്ടറിൽ, ഈ പള്ളിയുടെ അടിയിൽ, അപ്പോൾ ആ ഒരു ഷെൽട്ടറിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ, അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അന്നത്തെ ആളുകളുടെ വസ്ത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഏരിയകൾ, അങ്ങോട്ടെല്ലാം നമ്മൾ പോകുന്നുണ്ട്. വീണ്ടും നമ്മൾ പള്ളിക്കുള്ളിലേക്ക് വരുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളിൽ വിശദമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലും ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊത്തം പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോവാം. യൂറോപ്യൻ കൺട്രിയായ മാൾട്ടയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം വിസിറ്റ് ചെയ്യുന്ന ഒരു പള്ളിയാണ് കേട്ടോ, ഒരു ഏരിയയാണ് മോസ്ത എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ പറയുന്ന മോസ്ത ചർച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബോംബ് അറ്റാക്ക്, ഒരു ജർമ്മൻ ബോംബ് അറ്റാക്ക് ഉണ്ടായിട്ടും തകരാത്ത ഒരു പള്ളിയാണ് കേട്ടോ. ഈ ബോംബ് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് 300ഓളം ആളുകൾ ഈ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാലും ആ ബോംബിന്, ആ ഒരു പള്ളിക്കോ അതിൻ്റെ ഉണ്ടായ ആളുകൾക്കോ ഒരു തരത്തിലും ഒന്നും സംഭവിക്കാതെ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിന്ന ഒരു മിറാക്കിൾ ചർച്ചാണ് കേട്ടോ നമ്മൾ ഈ പറയുന്ന ഈ ഒരു മോസ്ത ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ബസ്സിനാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിതേ ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് ഈ ഒരു വഴി കണ്ടോ, ഈ വഴി കൂടെ നമുക്ക് നേരെ ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് സിഗ്നലിലൂടെ ക്രോസ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ റോഡിൻ്റെ വശങ്ങളിലായിട്ട് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ സിഗ്നലുണ്ട്. നമുക്ക് ആ ഒരു സിഗ്നൽ, ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഞാൻ പോകുമ്പോഴത്തേനും ഓൾറെഡി അവിടെ ബട്ടൺ പ്രസ്ഡ് ആയിരുന്നു. അപ്പോഴത്തേക്കും ആ ഒരു സിഗ്നലിലൂടെ നമ്മൾ അപ്പുറത്തേക്ക് പോകണം. ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഏരിയകളിൽ മുഴുവൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നിറച്ച ആളുകളാണ്. ഈ നേറ്റീവ് മാൾട്ടീസ് പീപ്പിൾ അല്ല ഈ റെസ്റ്റോറൻറ്റിലൊന്നും വരുന്നത്. പൊതുവെ ടൂറിസ്റ്റുകളാണ് കേട്ടോ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏരിയകൾ. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഒരു വലിയൊരു മരത്തിനെ ഒരു ചെറിയ, നമ്മൾ ഏത് പറയല്ലേ, ബൊൺസായി പോലെ നിൽക്കുന്ന ഒരുപാട് ഇത് ഈ സ്ട്രീറ്റിൽ തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊക്കെ കറക്റ്റായിട്ട് വാട്ടറൊക്കെ സപ്ലൈ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഒരു പ്രാവ് ഇതുവഴി ഇങ്ങനെ ഓടിക്കളിച്ചിടക്കുന്നത്. ഇവിടെ ഒരുപാട് പ്രാവുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് പ്രാവും കൂടുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ പ്രാവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് അതിൻ്റെ കൂട്ടാളി വന്നു. എന്തുവാണ് എൻ്റെ പെൺപിളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഞാൻ ഒത്തിരി നേരം അവിടെ നിന്ന് ശരിയല്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ചെടികൾ, ബാക്കി കാര്യങ്ങളൊക്കെ ഈ പള്ളിയുടെ മുമ്പിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ആ ഒരു ഭംഗി, അതിൻ്റെ ആ ഒരു എടുപ്പ്, അതൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ലാത്ത രീതിക്കുള്ള അത്രയും വലുപ്പത്തിലുള്ളൊരു സംഭവം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഓരോരോ കാഴ്ചകളിലായിട്ട് പോകാം കേട്ടോ. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ, സൈറ്റ് സീയിങ്, അങ്ങനത്തെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. 1833 പണി തുടങ്ങി 1860 പണി അവസാനിച്ച ഒരു പള്ളിയാണ് കേട്ടോ. അതായത് ഏറെക്കുറെ ഒരു 27-28 വർഷത്തോളം നീണ്ടു നിന്ന ഒരു വലിയൊരു പണിയായിരുന്നു കേട്ടോ ഈ പള്ളിക്ക് വേണ്ടി വന്നത്. ജോർജിയോ ഗ്രോണഡെ വാസ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ് കേട്ടോ ഇത് പണിതത്. ഇത് റോമിലെ ആ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള പാന്തിയോണിന്റെ അതിനെ നോക്കിയാണ് ഇത് പണിതിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമിറ്റേഷൻ പോലെയാണ് ഈ ഒരു പള്ളി പണിതിരിക്കുന്നത് കേട്ടോ. ഈ ചർച്ച് ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത് ഇതിന് മുകളിലുള്ള ആ ഒരു ഡോമാണ്. ഈ ഡോമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു സെൻട്രൽ പില്ലറില്ല. ആ ഒരു വലിയൊരു ഭാഗം കണ്ടോ അതിന്റെ സെന്റർ, നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഭാഗത്തിന് സെൻട്രൽ പില്ലർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് അൺസപ്പോർട്ടഡ് ഡോംസ് ഇൻ ദി വേൾഡ്. അതാണ് കേട്ടോ ഈ പള്ളിയുടെ ആ മുകളിലുള്ള ഡോം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് വാട്ടർ ഫൗണ്ടൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഈ രണ്ട് വശങ്ങളിലായിട്ടും നമ്മളിപ്പോൾ ഈ നോക്കുമ്പോൾ തന്നെ ഈ പള്ളിയുടെ രണ്ട് വശങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള വാട്ടർ ഫൗണ്ടൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത് എപ്പോഴും എത്ര ചൂടാണെങ്കിലും ഈ ഒരു വാട്ടർ സപ്ലൈക്ക് ഒരു തരത്തിലുള്ള കുറവും വരുത്തതില്ല. അത് ഈ ഒരു പള്ളിയുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ തന്നെ ഈ പള്ളിയുടെ ഒരു വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ അമേസ്ഡ് ആവും. അത്രയ്ക്കും വലിപ്പമുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ ഈ ഒരു പള്ളി എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ഓരോരോ പാദങ്ങൾ എടുത്ത് വെച്ച് നമുക്ക് ആ ഒരു പള്ളിയുടെ ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് നമുക്ക് ചെല്ലാം. നമ്മളിവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മൈതാനം പോലെ, എന്താ പറയുക, ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കളിക്കളം പോലെ അത്ര ഏരിയ ഉണ്ട് കേട്ടോ ഇതിന് മുന്നിൽ. നല്ല വീതിയും നീളവും ഒക്കെയുള്ള നല്ലൊരു ഏരിയ. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു സ്ട്രീറ്റിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മൾ ആ ഒരു വഴി, നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നത്. ഇപ്പം നല്ല ചൂടുള്ളൊരു സമയമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പള്ളി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ചൂട്, നല്ല വെയിലൊക്കെ ഉള്ളതാണ് നല്ലത്. അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കാഴ്ചകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഈ പള്ളിയുടെ ആ ഒരു ഭംഗി കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ അധികം സ്റ്റാച്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ സഭയുമായിട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശുദ്ധന്മാരുടെയും
ഒക്കെ ഒരുപാട് സ്റ്റാച്യൂസ് ആണ് കേട്ടോ ഈ പള്ളിയുടെ മുന്നിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത്ര കാലപ്പഴക്കമുണ്ടെന്ന് നമുക്ക് ഒരിക്കലും അത് പറയില്ല. അതിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഈ പള്ളിയുടെ മുന്നിലായിട്ട് ഇതേപോലുള്ള കുറേ അധികം ബീമുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറേ അധികം വലിയ തൂണുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല വലിപ്പമുള്ള കുറേ അധികം തൂണുകൾ. പിന്നെ ആ ഒരു ഡോറും ഒക്കെ, ആ ഒരു വാതിലിലേക്ക് ഒരു ഭംഗി കണ്ടോ. ചെറിയ വാതിൽ പോലും നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത എത്ര കാലങ്ങൾക്ക് മുന്നെയാണെന്ന് പറഞ്ഞത്. 1833 പണിതൊരു പള്ളിയാണെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലും അവരത്രയും അധികം ചിന്തിച്ച് ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഫാക്ടേഴ്സിനെയൊക്കെ ശ്രദ്ധിച്ചാണ് കേട്ടോ ഈ ഒരു പള്ളി പണിതെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ മുകളിലുള്ള ആ ഉയരം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ഉയരമുള്ള ഒരു പള്ളിയാണ്. പക്ഷേ ഈ അകത്ത് വരുമ്പോഴത്തേനും അതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയുന്നതിനേക്കാണ് അപ്പുറമാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു സ്റ്റാച്ചു ആണ്. പക്ഷെ നമുക്ക് അതിന്റെ മുന്നിലുള്ള അതിന്റെ വലിപ്പമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. എൻ്റെ ഒരു വിരല് വെക്കുമ്പോൾ തന്നെ അതിന്റെ നമ്മുടെ കാലിന്റെ തള്ളവിരലിന്റെ ഒരു ഇച്ചിരിയുള്ള എൻ്റെ വിരല്, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലുപ്പത്തിലാണ് ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ചെറിയൊരു സ്റ്റാച്ചു പോലും നിൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു സ്റ്റാച്ചുവിന് പോലും അത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സംഭവം ഞാൻ കാണിക്കാവേ. ഇതുണ്ടോ, ഈ ഒരു തൂണിന്റെ വലിപ്പമാണ്. എൻ്റെ ഒരു കൈ അവിടെ വെക്കുമ്പോൾ അത്ര ഉള്ള എൻ്റെ കൈ ആ ഒരു വലിയ തൂണിൽ. അപ്പോൾ ഒരു 2-3 ആൾ നിന്നിങ്ങനെ വട്ടം പിടിച്ചാലേ ആ ഒരു ഒറ്റ പില്ലർ, ആ ഒരു ഒറ്റ തൂണ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വട്ടത്തിൽ പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം വലിപ്പമുള്ള ഒരു സംഭവമാണെന്ന് ഓർത്ത് നോക്കി. മാത്രമല്ല ഇതിന് മുകളിലുള്ള അത്രയും ഒരു വെയിറ്റിനെ താങ്ങുന്ന ഒരു തൂണുകളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്കിനി ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പോവാം. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ പള്ളി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. എപ്പോഴും നല്ല തിരക്കുള്ള ഒരു പള്ളിയാണ്. 5 യൂറോയാണ് കേട്ടോ ഈ ഒരു പള്ളി വിസിറ്റ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ഒരു 500 രൂപയോളം വരും. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ചാർജ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു മൊസ്ത റൊട്ടുണ്ട എന്ന്. അപ്പോൾ അതാണ് മൊസ്ത റൊട്ടുണ്ട എന്നാണ് ഈ ഒരു പള്ളിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു നെയിം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പോവാം. ഈ ഒരു ചെറിയ ഇടനാഴിയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് ചെല്ലുന്നത് ആ ഒരു പള്ളിയുടെ ആ ഒരു അത്രയും ഒരു വലുപ്പത്തിലേക്കാണ് കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പണിത 1800കളിൽ പണിത ആ ഒരു പള്ളിയുടെ ഉള്ളിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. വന്ന് കയറിയിട്ടുള്ള ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ക്രെയിൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിയിൽ നടക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്രെയിനും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് സ്ട്രക്ചറുകൾ, ഒരുപാട് ചുവർ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ മുകളിലുള്ള ആ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് നോക്കി. കുറെ സ്വർണത്തിന്റെ കുറെ കൊത്തുപണികൾ മുകളിൽ വെച്ച പോലെയാണ് കേട്ടോ നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിൽ നിൽക്കുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബോംബ് വന്ന് ആ ഒരു വീണ ആ ഒരു സെൻട്രൽ ബീം കേട്ടോ, ഈ ഡോം എന്ന് പറഞ്ഞൊരു ഭാഗം കേട്ടോ. ഇതാണ് ആ ഒരു വലിയ ഡോം. ഇതാണ് ലോകത്തിലെ വൺ ഓഫ് ദ എന്താ പറയുക, ഈ അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡോമാണിത്. ഇതിന്റെ സെന്ററിൽ ഒരു പില്ലർ ഒന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ സൈഡ് വാൾസ് ആണ്, ആ ഒരു റൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സെന്ററിൽ ഒരു ബീമോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അതാണ് കേട്ടോ ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിത് വരുമ്പോൾ ഇവിടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു വണ്ടർ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ഒരു വാം ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ കാണുന്ന പോലെ തന്നെ കുറെ അധികം മെഴുകുതിരികൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് സ്റ്റോക്കാണ്. തൊട്ട് താഴെ ഒരു പെട്ടിക്കകത്ത് ഇഷ്ടം പോലെ മെഴുകുതിരികളുണ്ട്. അപ്പൊ നമുക്ക് തീരുമ്പം പോയിട്ട് മെഴുകുതിരികൾ നമുക്ക് എടുത്തു വെക്കാം, അവിടെ കത്തിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 യൂറോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് 1 യൂറോ അവിടെ നമുക്ക് നിക്ഷേപിക്കാം. അപ്പോൾ ഞാനും പോയിട്ട് ഒരു ചെറിയൊരു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള നല്ല വാംലേറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു സ്ട്രക്ചറാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്ന മൊത്തം. കുറേ ടൂറിസ്റ്റുകൾ വന്ന് അതിനെപ്പറ്റിയൊക്കെ കാര്യമായിട്ട്, അതായത് ഗൈഡഡ് ടൂർസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഗൈഡ് ടൂറിസ്റ്റുകൾക്ക് ഈ പള്ളിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കുറേ കാഴ്ചകൾക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്ര വലുപ്പമാണെന്ന് പറയുന്നത്. അതിന്റെ സൈഡിലുള്ള ഒരു ബാൽക്കണി ഉണ്ട്, അവിടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ആ ഒരു ബാൽക്കണി ഇല്ലേ മുകളിലത്തെ, ആ ഒരു ബാൽക്കണി നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ, സ്വർണം അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടുപോയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി വരും. അതൊക്കെ ശരിയാക്കാനാണ് അകത്തൊരു ക്രെയിൻ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്തൊരു ചെറിയ മൈന്യൂട്ട് നോയ്സ് ഉണ്ടാക്കിയാലോ, പിന്ന് വീണാലുണ്ടല്ലോ അതിൻ്റെ സൗണ്ട് ഇവിടെ ഇങ്ങനെ മുഴങ്ങും. അതായത് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആളുകൾ സംസാരിക്കുന്നത് പോലും നമുക്ക് വളരെ അകലെ നിന്ന് വരെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്കും ഒരു വലുപ്പത്തിലുള്ള ഒരു എക്കോയാണ് ഇതിനകത്ത്. നമ്മൾ മുഴങ്ങുകയാണ്, ചെറിയൊരു ശബ്ദം പോലും ഇതിനകത്ത്. അത്രയും വലുപ്പമുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ ഇത്. ഈ കാണുന്നത് നമ്മുടെ ഈ മാമോദിസ തൊട്ടിലുണ്ടല്ലോ, മാമോദിസ ഒക്കെ മുക്കുന്നത്, അങ്ങനത്തെ ആ ഒരു മാമോദിസ തൊട്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഉണ്ടോ, ദ ബാപ്റ്റിസം ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും ഒരു മാമോദിസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും വരുന്നത്. പിന്നെ അത് നമുക്ക് കുറച്ച്
അതിനുള്ളിലായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ ആ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ ഇവർ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഇതിന് കുറച്ച് മുമ്പിലായിട്ട് നമുക്ക് കാണുന്ന പോലെ തന്നെ കുറേ സ്ട്രക്ചേഴ്സ് ഒക്കെ, കുറേ സ്റ്റാച്യൂസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇതെല്ലാം കല്ലറകളാണ്. അതായത് ഈ പള്ളിയുടെ ഉള്ളിലായിട്ട് കുറേ അധികം കല്ലറകളുണ്ട്. ഇതിൻ്റെ ഈ താഴെ കാണുന്നുണ്ട് ഒരു കുരിശിന്റെ ആകൃതിയിലുള്ള, ഇതെല്ലാം കല്ലറകളാണ്. അതായത് പണ്ടത്തെ ആളുകളെ, പണ്ടത്തെ വിശുദ്ധന്മാരെ ആയിരിക്കാം, അല്ലെങ്കിൽ അന്ന് ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആളുകളെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറകളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഒരു പള്ളിയുടെ ഉള്ളില് കല്ലറകളാണ്. പള്ളിയുടെ ഉള്ളിലായിട്ട് ഇങ്ങനെ നിരത്തി കല്ലറകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ എല്ലാം പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ആരായിരുന്നു, എന്നായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഇങ്ങനെ ഒരു കുമ്പസാരം, നമ്മൾ ഈ കുമ്പസരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതുപോലെ നല്ല ഒരു രാജകീയ പ്രൗഢിയോടെയാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോഴേ നമുക്കൊന്ന് കുമ്പസരിക്കാൻ തോന്നും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുക, കുമ്പസരിക്കുക. അപ്പൊ ഇത് കാണുമ്പോഴേ നമുക്ക് കുമ്പസരിക്കാൻ വേണ്ടി തോന്നും. അപ്പൊ ഓടിച്ചില്ലേ കുമ്പസരിക്കുക, പാപങ്ങളൊക്കെ അങ്ങോട്ട് പറയുക. അപ്പൊ അപ്പൊ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് ചുവർ ചിത്രങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എത്ര വെളിയിൽ എത്ര ചൂടാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഒരു കറക്റ്റ് ഒരു ടെമ്പറേച്ചർ, ഒരു AC ഒന്നും ഇല്ലാതെ കറക്റ്റ് ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ കാണുന്നത് ഈ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന സമയത്തുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ ഈ പള്ളിയുടെ അൾത്താര. അതായത് വൈദികന് പ്രധാനമായിട്ട് നിന്ന് പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു അൾത്താരയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ആ ഒരു അൾത്താരയിലേക്ക് നമുക്കിത് നടന്ന് പോകാം. പക്ഷെ നമുക്ക് സ്ട്രെയിറ്റ് പോകാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ആ ഒരു സെൻട്രൽ ഭാഗത്തൂടെ കുറച്ച് താഴേക്ക് ഇങ്ങനെ വന്നിട്ട് റൈറ്റ് സൈഡ് എടുത്തിട്ട് നമുക്ക് പോകുമ്പോഴാണ് കേട്ടോ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു ഇങ്ങനെ കറങ്ങിയാണ് നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നത്. അത് നമുക്ക് സ്ട്രെയിറ്റ് അങ്ങനെ കയറി പോകാൻ വേണ്ടി പറ്റില്ല. അതിങ്ങനെ കറങ്ങി ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു ബോംബ് ഒന്നും വീണ് അതിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറേ അധികം കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് പതിയെ നടന്ന് പോകാം കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് വാൾ പെയിന്റിങ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു സ്വർണ്ണക്കൂടിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രതീതി നമുക്ക് കിട്ടും കേട്ടോ. ഈ കാണുന്നതും ഇതിന്റെ തൊട്ട് താഴെയായിട്ടും ഒരു കല്ലറയുണ്ട് കേട്ടോ. അപ്പൊ ഇത് ആരുടെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് പണ്ടത്തെ കാലത്തെ വിശുദ്ധന്മാരോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം കേട്ടോ. അപ്പൊ ഈ കാണുന്നത് ദ പൾപിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ. ഇതെന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പള്ളി നമുക്ക് താഴെ നിന്നിട്ട് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ എല്ലാവരെയും അഭിസംബോധനയൊക്കെ ചെയ്യണമെങ്കിൽ അവരെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ മുകളിലേക്ക് നടന്നു പോയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പള്ളിയിലുള്ള എല്ലാവരെയും കണ്ടുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയാനും അവർക്കുള്ള ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ദ പൾപിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കുറെ ബുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്രാർത്ഥനാ ബുക്കുകളാണ് കേട്ടോ. പക്ഷേ അത് കണ്ടിട്ട് എനിക്ക് ചൈനീസ് എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നിയത്. മാൾട്ടീസ് ലാംഗ്വേജിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ അത് അവിടെ തിരിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് പുറകിലേക്ക് നേരെ നടന്ന് പോകാം കേട്ടോ. അപ്പം നമ്മളിത് പ്രൊസീഡ് ടു സ്റ്റേഷൻ 23 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴത്തേനും മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ പ്രേയിങ് സ്പേസുകൾ, മ്യൂസിയം, ബോംബ്, അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെയാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത്. അപ്പം നമ്മൾ പതിയെ നടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നീങ്ങാം കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ ആ ഒരു കളർ കോഡിങ് ഒക്കെ അത്ര മനോഹരമായിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് പണിതാണെങ്കിൽ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതാണെങ്കിലും ആ കാര്യങ്ങളിലൊക്കെ അവർ അന്നും അത്രയും അധികം ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഈ പള്ളി പണിത് എങ്ങനെയാണ്, ഈ പള്ളി പണിതത് ആരാണ്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പണിയുന്ന സമയത്ത് ബന്ധപ്പെട്ട് നിന്ന ആളുകൾ ആരൊക്കെയാണ്, അന്നത്തെ കാലത്തെ കുറച്ച് സുവനീഴ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. കുറച്ച് ചുവർ ചിത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുറെ ചില്ല് കൂട്ടിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് റൊട്ടുണ്ട വെൽക്കമിങ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ പള്ളിയിൽ പ്രധാനമായിട്ട് നടന്നിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ഒക്കെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന പണ്ടത്തെ കാലത്ത് ഈ പള്ളി പണിയുന്ന സമയത്ത് ഈ പള്ളി എങ്ങനെ നിർമ്മിച്ചു, അതിന്റെ ബേസ് പ്ലാൻ എങ്ങനെയായിരുന്നു, അത് പണിയാൻ പുറകിലുണ്ടായിരുന്ന ആളുകൾ, അതിന്റെ ഒരു ആർക്കിടെക്ചർ രീതികളൊക്കെയാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. അതും അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് ഈ പള്ളിയുടെ നമ്മളെ ഈ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു വലിയൊരു പള്ളി ഉണ്ടല്ലോ, ഈ മൊസ്താ റൊട്ടുണ്ട ഈ ചർച്ചിന്റെ ഒരു ചെറിയൊരു സ്ട്രക്ചറാണ്. ഒരു ചെറിയ ചില്ലുകൂട്ടിൽ ആ ഒരു വലിയ പള്ളിയെ അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ചെറിയ ഇടവഴി കണ്ടോ, ആ ഇടവഴി കൂടെ നമുക്ക് നടന്നാണ് കേട്ടോ നമ്മൾ ആ ഒരു പള്ളിയുടെ മെയിൻ അൾത്താര ഭാഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വൈദികനൊക്കെ പ്രധാനമായിട്ട് പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്ന ആ ഒരു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് ഒരാൾക്ക് ഒരു സമയം നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെറിയ ഇടവഴികളാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്രയും വലിയ പള്ളിയുടെ ഉള്ളിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ ബോംബ് വീണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഏത് ബോംബ്, ഇത് ഈ കാണുന്ന ഈ ബോംബാണ് കേട്ടോ അന്ന് ഈ പള്ളിയുടെ മുകളിലേക്ക് വീണത്. അപ്പൊ ഈ 300ഓളം ആളുകൾ ആ സമയത്ത് ഈ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതൊരു മിറാക്കിളായിട്ടാണ്
ഇവിടെയുള്ള ആളുകളും പൊതുവെ യൂറോപ്പിലും ഈ പള്ളിയെപ്പറ്റി അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അന്ന് എങ്ങനെയാണ് ഈ ബോംബ് വന്ന് വീണത്, ആരാണ് ആ ബോംബ് ഇട്ടത്, അതിന്റെ കാര്യങ്ങൾ ഇതുണ്ടോ, ഈ കൊടുത്തിരിക്കുന്ന ബോംബാണ് കേട്ടോ. അതിന്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. കുറെ അധികം ടൂറിസ്റ്റുകൾ അതൊക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോടെ നിന്നിട്ട് അത് എന്തൊക്കെയായിരുന്നു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു റൂമിന്റെ ഉള്ളിലുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഈ കൊടുത്തിരിക്കുന്ന ഈ വാതിൽ കണ്ടോ, ഈ വാതിലിന്റെ ഉള്ളിലൂടെ നമുക്ക് സ്ട്രെയിറ്റ് നടന്നു പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു അൾത്താര ഭാഗങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സൈഡിലുള്ള എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഈ കാണുന്ന പോലെ തന്നെ ഈ അവരെല്ലാം കൈ ഇങ്ങനെ കുത്തി നിൽക്കുന്ന ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ഭാഗത്താണ് കേട്ടോ അതിന്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ, പണ്ട് വന്ന് വീണ ബോംബിന്റെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇതൊക്കെ പണ്ട് അവർ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ പ്രധാന വൈദികന്റെ കൂടെ നിൽക്കുന്ന ഡീക്കൻ എന്ന് പറയുന്ന വൈദികന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ കുറേ അധികം എവിടെ നോക്കിയാലും ചുവർ ചിത്രങ്ങളുടെ ഒരു വലിയൊരു മിക്സ് ആണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. അത്ര ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നിലത്തൊക്കെ ആണെങ്കിലും ആ ഒരു ഫ്ലോറിൽ തന്നെയാണെങ്കിലും നല്ല മാർബിളൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ കാണാൻ എന്ത് വൃത്തിയാണെന്നുള്ളത്, നല്ല ക്ലീൻ ആയിട്ടാണ് ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് അൾത്താര ഭാഗത്തേക്ക് ഇങ്ങനെ നടന്ന് പോവാം. അപ്പൊ ഇതാണ് കേട്ടോ ഈ പള്ളിയുടെ, നമ്മൾ കുറച്ച് മുമ്പ് പുറത്തു നിന്നാ കണ്ടില്ലേ, അപ്പൊ ആ ഒരു അൾത്താരയാണ് കേട്ടോ ഈ കാണുന്നത്. അൾത്താരയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയുണ്ട്. അതായത് ഒരു വൈദികൻ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ വൈദികനോടും അനുബന്ധിച്ച് നിൽക്കുന്ന കുറെ ആളുകളൊക്കെ കാണുമല്ലോ, കുറെ അധികം വൈദികന്മാരൊക്കെ കാണുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഇരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ, പ്രധാനപ്പെട്ട ആളുകളിലേക്ക് ഉള്ളിലേക്ക് വരാനുള്ള വഴികള്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഈ ആ മുമ്പിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടോ, അതിന് മുകളിലേക്ക് നമുക്ക് നടന്നു കയറിയിട്ട് വേണം ഈ വൈദികൻ പ്രാർത്ഥന ചെല്ലാൻ. അപ്പോഴത്തേക്ക് അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് ഇത് കണ്ടോ, ഇതാണ് ആ കസേര. അതായത് നമുക്ക് ഈ വൈദികനും പ്രധാനപ്പെട്ട ആളുകൾ പോയി ഇരിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ രീതികൾ. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ. നല്ല കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമുക്ക് അവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തോന്നും. ഒരുപാട് തിരക്കില്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റിട്ട് നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു പ്രധാനപ്പെട്ട അൾത്താര ഭാഗങ്ങളിലേക്ക് നമുക്ക് പതിയെ നടന്ന് നീങ്ങാം കേട്ടോ. ഇപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ആ ഒരു അൾത്താര ഭാഗം കേട്ടോ. ഇവിടെ ഒരു ക്രൈസ്റ്റിന്റെ ഒരു ക്രൂശിത രൂപമൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഈ മുകളിലായിട്ട് കാണുന്നതല്ല, ഇത് ഏറ്റവും മുകളിൽ കണ്ടോ, അവിടെ വരെ ഒരു ചുവർച്ചിത്രം കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് 1830 പണിത പള്ളിയുടെ ആണെന്ന് ഓർക്കണം കേട്ടോ. ആ മുകളിൽ വരെ ഒരു ചുവർച്ചിത്രം കൊടുത്തിട്ടുണ്ട്. ക്രെയിൻ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണെന്ന് ഓർക്കണേ. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയാൽ മാത്രമേ വൈദികൻ എല്ലാവരെയും കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളിപ്പം നിൽക്കുന്ന ആ ഒരു തറപ്പൊക്കത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയും കാണാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ആ ഒരു മുകളിലേക്ക് നടന്നു പോയിട്ട് വേണം വൈദികന്റെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെല്ലാൻ. അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ആളുകളെയും വ്യക്തമായിട്ട് കാണാം കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാഴ്ചകൾ. അത് മാത്രവുമല്ല, കുറെ അധികം സ്റ്റാച്ചുകള്, മാലാഖമാരുടെ ഒരു സിംബലൈസ് ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ, എൻ്റെ കൂടെ വന്നവരും അതിന് മുമ്പേ വന്നവരുമായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കുന്ന, അതിൻ്റെ ഒരു വണ്ടറിലൊക്കെ ഇരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറെ മാലാഖമാരുടെയൊക്കെ സിംബലൈസ് ചെയ്യുന്ന കുറെ സ്റ്റാച്യൂസ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ലൈറ്റിങ്ങും സെറ്റിങ്ങും ഒക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറെ നേരം ഇരിക്കാൻ വേണ്ടി തോന്നും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫ്ലോർ കണ്ട എത്ര വൃത്തിയുള്ള, എത്ര മനോഹരമായിട്ടുള്ള ഫ്ലോറാന്ന് നോക്കിയേ. അതിന്റെ ആ ഒരു കളർ കോഡിങ് പോലും അത്രയും ഭംഗിയായിട്ടുണ്ട്. ഒരു ജസ്റ്റ് വേണമെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാമായിരുന്നു, പക്ഷെ അത് എത്രയോ കാലം ഓർത്തിരിക്കേണ്ട, ആളുകളുടെ മനസ്സിൽ നിൽക്കേണ്ട ഒരു സ്ട്രക്ചറായിട്ട് നിലനിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് അത്രയും ഭംഗിയായിട്ടാണ് ഇവരിത് പണിതെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഇപ്പം ഞാൻ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു റൊട്ടുണ്ട, ഈ മോസ്താ റൊട്ടുണ്ട ചർച്ചിന്റെ ആ ഒരു ഡോം ഉണ്ടല്ലോ, ആ ഒരു ഡോമിന്റെ ആ ഒരു ഭംഗി, അതിന്റെ ഒരു വലുപ്പം, എത്രത്തോളം ആളുകളെ ഇതിനുള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഈ ഉള്ളിൽ നിന്നിട്ട് ഈ ഒരു അൾത്താര ഭാഗത്ത് നിന്ന് നമ്മൾ ആ ഒരു ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് കണ്ടോ, ആ ഒരു ചെയറിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് കറക്റ്റ് പ്യുവർ വുഡിൽ തീർത്തിരിക്കുന്ന അത്രയും ഭംഗിയായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. അപ്പൊ ഇതാണ് മോസ്താ റൊട്ടുണ്ട ചർച്ചിന്റെ അൾത്താര ഭാഗം എന്ന് പറയുന്നത്. എല്ലാം കൊണ്ട് ഭംഗിയിൽ തീർത്ത ആ ഒരു മോഡേൺ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. ഇത്രയും കാലങ്ങൾക്ക് മുന്നേ പണിത ഒരു പള്ളിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ടല്ലോ, ആ ഒരു ഭംഗി ഒട്ടും വിട്ടുകൊടുക്കാത്ത രീതിക്കുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഏച്ചുകെട്ടലൊന്നും നടത്താതെ
നല്ല ആ ഒരു ചരിത്രം നിലനിൽക്കുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വന്ന വഴി കൂടെ തന്നെ നേരെ പുറത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു മുമ്പ് നമ്മൾ കയറി വന്നില്ലേ ആ ഒരു വഴിയില്ല, നമ്മുടെ വൈദികന്റെയൊക്കെ ആ ഒരു വസ്ത്രങ്ങളൊക്കെ കണ്ടൊരു ഭാഗമില്ലേ, അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ പുറത്തേക്ക് വന്നിട്ട് നമ്മളിതാ പള്ളിയുടെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പ്രൊസീഡ് ടു സ്റ്റേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളിനി ഈ പള്ളിയുടെ പുറത്തേക്ക് പോവുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽട്ടർ ഉണ്ട്. അപ്പൊ ആ ഒരു ഷെൽട്ടർ ഇപ്പോഴും അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് കാഴ്ചകളിലേക്ക് നമ്മൾ ഇനി പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നോക്കുമ്പോഴത്തേനും ഈ പള്ളിയോട് ചേർന്ന് തന്നെ നോർമൽ ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ്സും നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റുകൾ, ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പള്ളിയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ അത്. ഒരു റോഡ്, ഒരു വഴിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു അപ്പാർട്ട്മെന്റ്സും നോർമൽ അപ്പാർട്ട്മെന്റ്സും ഈ ഒരു പള്ളിയും തമ്മിൽ. അത്രയും അടുത്താണ് കേട്ടോ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ അതിന്റെ മുമ്പിലെ റെസ്റ്റോറന്റ് ഭാഗങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ഷെൽട്ടറിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അവിടുത്തെ ഷെൽട്ടറിന്റെ ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ, ടു ബി കണ്ടിന്യൂഡ്.